ഇപ്പൊ ഈ അഡ്വർടൈസിങ്ങിലൊക്കെ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ക്യാമ്പയിനുകളാണ് ചെയ്തുകൊണ്ടിരിക്കുക. ക്യാമ്പയിൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഡക്റ്റിന്റെ ഒരു ഐഡിയ പല മീഡിയകളിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്തെടുക്കുക എന്നുള്ള, വിഷ്വലൈസ് ചെയ്തിട്ട് ഇംപ്ലിമെന്റ് ചെയ്തെടുക്കുക പ്രാക്ടിക്കലി. അതായത് ഒരു ഐഡിയ, ഒരു പ്രൊഡക്റ്റിന്റെ ഒരു ആഡ് ക്യാമ്പയിനായിട്ട് പ്ലാൻ ചെയ്തിട്ട്, ക്യാമ്പയിൻ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഉണ്ടാവും. ക്യാമ്പയിൻ എന്ന് പറഞ്ഞാൽ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഉണ്ടാവും. നമ്മൾ ഡിസൈൻ ചെയ്യുക എന്ന് പറയുന്നത്, അതിനകത്ത് ഡിസൈൻ വിത്ത് സ്ട്രാറ്റജി എന്ന് പറയുന്നതാണ് ശരിക്കും അഡ്വർടൈസിങ് എന്ന് പറയുന്നത്. അപ്പം നമ്മളൊരു ഡിസൈനിങ് എന്ന് പറയുന്നത് എല്ലാവരും ഇപ്പോൾ ക്യാൻവ അല്ലെങ്കിൽ അഡോബിൻ്റെ എക്സ്പ്രസ് എന്നൊക്കെ പറയുന്ന പുതിയ സോഫ്റ്റ്വെയർസൊക്കെ, ഇതിനകത്തെല്ലാം ടെംപ്ലേറ്റ്സ് ഉണ്ടാവും. ഈ ടെംപ്ലേറ്റ്സിനകത്ത് നമുക്ക് നല്ല എന്താ പറയുക, എലഗൻ്റ് ആയിട്ടുള്ള ഡിസൈൻസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. എസ്തെറ്റിക് ആയിട്ടുള്ള ഡിസൈൻസ് ഒക്കെ കാണാൻ പറ്റും. പക്ഷെ അതിനൊക്കെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഒന്നുമില്ല. അത് നമ്മൾ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഇത് തോന്നും എനിക്കിഷ്ടപ്പെട്ടു എന്ന് പറയുന്ന രീതി. പക്ഷെ അഡ്വർടൈസിങ്ങിൽ നമുക്ക് എനിക്കിഷ്ടപ്പെട്ടതല്ല ഞാൻ ചെയ്യേണ്ടത്. കാരണം ഇതൊരു ഒരു അഡ്വർടൈസ്മെന്റ് അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റിനെ നമ്മൾ റീച്ച് ചെയ്യണം പല തൗസൻഡ്സ് ഓഫ് പീപ്പിളിലേക്ക്. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ടത് തൗസൻഡ്സ് ഓഫ് പീപ്പിളിന് ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ. അപ്പോൾ അതിന് ബിഹൈൻഡിലൊരു സ്ട്രാറ്റജി വർക്ക് ചെയ്യണം. അപ്പം ഇങ്ങനെ സ്ട്രാറ്റജിക്കായിട്ട് ഡിസൈൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ അഡ്വർടൈസിംഗ് എന്ന് പറയുന്നത്. ഈ അഡ്വർടൈസിംഗിൽ തന്നെ ഒരു പാർട്ടാണ് ക്യാമ്പയിൻ എന്ന് പറയുന്നത്. ക്യാമ്പയിൻ എന്ന് പറയുന്നത് ഒരു ക്രിയേറ്റീവ് ആയിരിക്കില്ല, അത് സീരീസ് ഓഫ് ക്രിയേറ്റീവ് ആയിരിക്കും. ഓക്കെ, സീരീസ് ഓഫ് ക്രിയേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൊഡക്റ്റിന്റെ ഇപ്പൊ ഞാൻ പറയാം, ഒരു പ്രൊഡക്റ്റിന്റെ പ്രൊഡക്റ്റ് ലോഞ്ചിങ് ആണ്. പ്രൊഡക്റ്റ് ലോഞ്ചിങ് എന്ന് പറഞ്ഞാൽ ഒരു ആഡ് തന്നെ ഭയങ്കര മൊണോട്ടോണസ് ആയിരിക്കും, വളരെ ബോറിംഗ് ആയിരിക്കും. അപ്പൊ അതിനെ എങ്ങനെ ക്യാമ്പയിൻ ആയിട്ട് കൊണ്ടുപോകും, സീസണൽ ക്യാമ്പയിൻ ആക്കി അതിനെ എങ്ങനെ മാറ്റിയെടുക്കാം. ഈ സീസണൽ ക്യാമ്പയിൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഡിസംബർ ആണെങ്കിൽ ഡിസംബറിൽ ക്രിസ്മസ് അങ്ങനെ വെച്ചിട്ട് ആ ക്രിസ്മസിനെ വിഷ്വലൈസ് ചെയ്തിട്ട് ക്രിസ്മസുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ആ പ്രൊഡക്റ്റിനെ ചെയ്യുന്നു. അപ്പോൾ അതേപോലെ ദീപാവലി എന്ന് പറയുന്നത് വരുമ്പോൾ ദീപാവലിക്ക് കണക്ട് ചെയ്തുകൊണ്ട് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ ക്യാമ്പയിനുകൾ. പിന്നെ ഇത് ഞാൻ സീസണൽ ഫെസ്റ്റിവൽ ക്യാമ്പയിനൊക്കെ പറയുന്നത്. ഇതിന് വേറൊരു ഇത് നോക്കിക്കഴിഞ്ഞാൽ നമ്മളൊരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുമ്പോഴുള്ള ക്യാമ്പയിൻസ്, ടാർഗറ്റ് ഓഡിയൻസിനെ വെച്ചിട്ട് എങ്ങോട്ട് കണക്ട് ചെയ്യാൻ, ടാർഗറ്റ് ഓഡിയൻസിനെ നമ്മൾ അത് ഞാൻ പറയുന്നത് സ്ട്രാറ്റജിക് ആയിട്ട് നമ്മൾ ഫൈനലൈസ് ചെയ്തിട്ട് ആ ടാർഗറ്റഡ് ഏജ് ഗ്രൂപ്പ് ആണെങ്കിൽ ഏജ് ഗ്രൂപ്പ്, അല്ലെങ്കിൽ ജെൻഡർ വൈസ് ആണെങ്കിൽ ജെൻഡർ വൈസിലേക്ക് ടാർഗറ്റ് ചെയ്യുന്ന ക്യാമ്പയിൻസ്. ഇതാണ് ശരിക്കും അഡ്വർടൈസിംഗ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ടെംപ്ലേറ്റ് എടുത്തിട്ട് ഇടുന്നു എന്ന് പറയുന്ന ഒരു പരിപാടി. അതിപ്പോൾ